സുന്ദരിയാകും. മഞ്ഞക്കിളിയുടെ അഭിപ്രായത്തോട് ചിട്ടു യോജിച്ചു. മഞ്ഞക്കിളിയാകട്ടെ പറഞ്ഞതുപോലെ എല്ലാ നിറത്തിലുമുള്ള തൂവലുകൾ സംഘടിപ്പിച്ച് ചിട്ടുവിന് നൽകുകയും ചെയ്തു. തൻ്റെ വീട്ടിലെത്തിയ ചിട്ടു മഞ്ഞക്കിളി പറഞ്ഞതുപോലെ തൂവലുകൾ എല്ലാം ചിറകിനിടയിൽ തിരുകി വെച്ചു. എന്നിട്ട് ടുട്ടുവിനെ നോക്കി കളിയാക്കി ചിരിച്ചു. അമ്മയുടെ കൂടെ തീറ്റ തേടുവാനായി പുറത്തേക്ക് പറക്കാൻ ഒരുങ്ങിയപ്പോൾ തിരുകി വെച്ച തൂവലുകളെല്ലാം താഴെ വീണു. അത് കണ്ട മിട്ടുത്തത്തമ്മ ചിട്ടുവിനോട് ചോദിച്ചു, മോളെ, എല്ലാവർക്കും അവരുടേതായ ഭംഗിയുണ്ട്. മറ്റൊരാളുടെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. സ്വന്തം ശരീരത്തിലും സൗന്ദര്യത്തിലും അഭിമാനിക്കുന്നതിനേക്കാൾ സ്വയം കഴിവും വ്യക്തിത്വവും തിരിച്ചറിഞ്ഞ് അത് മികച്ചതാക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മിട്ടു അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചിട്ടു ആത്മവിശ്വാസത്തോടെ തൻ്റെ ചിറകുകൾ വിടർത്തി.